ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ ജലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ചേർക്കാതെയാണ് ഈ പുഡിങ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ചെയ്തെടുക്കാനുണ്ട്. ആദ്യ സ്റ്റെപ്പായിട്ട് ഒരു ബൗളിലോട്ട് 1/2 കപ്പ് മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പ് കൂടി ആഡ് ചെയ്യാം. ഷുഗർ സിറപ്പ് നമ്മൾ ഗുലാബ് ജാമുൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. ഇനി ഷുഗർ സിറപ്പ് ഇല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വരെ വാനില എസൻസ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ സ്ട്രോബെറിയുടെ സിറപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിസ്തയുടെയോ ഇല്ലെങ്കിൽ മാംഗോയുടെയോ ഏതെങ്കിലും സിറപ്പ് ആഡ് ചെയ്യാം. ഒരു 5 ഡ്രോപ്സ് മതിയാവും, കൂടുതലാവണ്ട. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ്. ഒരു 5-10 സ്ലൈസ് ബ്രെഡ് മതിയാവും. ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങൾ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ബ്രെഡിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പുഡിങ്ങിൻ്റെ ബൗൾ എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ബ്രെഡിൻ്റെ അളവ്. അതിന് പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല. എനിക്കൊരു 10-12 കഷ്ണം ബ്രെഡ് വേണ്ടി വന്നു. അപ്പോൾ നിങ്ങളെടുക്കുന്ന ബൗൾ എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇതിൻ്റെ 4 വശവും നമുക്ക് ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ബ്രെഡും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പുഡിങ്ങിൻ്റെ ട്രേ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിൽക്കിൻ്റെ മിക്സിലോട്ട് ഓരോ ബ്രെഡായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം പ്രസ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ട്രേയിലോട്ട് ബ്രെഡ് നിരത്തി കൊടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് ഈ ട്രേയിൽ നിറയെ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ സൈഡ് വരുന്ന വശങ്ങളൊക്കെ ബ്രെഡിൻ്റെ സ്ലൈസ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എന്നും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ 6 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് വരുന്ന വശങ്ങളിലൊക്കെ ബ്രെഡിൻ്റെ പീസ് കൊണ്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ മിൽക്കിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം അല്പം മിൽക്കിൻ്റെ മിക്സ് നമുക്കൊരു സ്പൂണ് കൊണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചോക്കോ ചിപ്സ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാം ക്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കാഷ്യോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതിയാവും. വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ചോക്കോ ചിപ്സ് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുഡിങ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കടിക്കുമ്പോൾ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ലെയറായിട്ടാണ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ മിൽക്കിൻ്റെ മിക്സിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റണം. ബാക്കിയുള്ള മിൽക്കിൻ്റെ മിക്സ് കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം.
ഇനി നമുക്കൊരു ചോക്ലേറ്റ് പുഡിങ്ങാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു ബാറ് വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 കപ്പ് മിൽക്കാണ്. ഈ മിൽക്ക് ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചൈന ഗ്രാസിന് പകരം കോൺഫ്ലോറാണ് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് മിൽക്ക് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നോർമൽ മിൽക്കാണ് ഒഴിക്കേണ്ടത്. അതിനുശേഷം കട്ടയൊന്നും കൂടാതെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ കട്ടയുണ്ടാവാൻ പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസും ജലാറ്റിനൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിംഗ് തന്നെയാണ്. ഇപ്പോൾ പാൽ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഈ ചോക്ലേറ്റ് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഗ്രേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മെൽറ്റാവും. ഇനി നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ അതിൽ മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഒരു 1/2 കപ്പെങ്കിലും ഷുഗർ ആഡ് ചെയ്യണം. ഇതിൽ നന്നായിട്ട് മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോർ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറക്കാൻ മറക്കരുത്, പെട്ടെന്ന് അടിക്ക് പിടിച്ച് പോകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടി ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇറക്കി വെച്ചിട്ട് അല്പം തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഗുലാബ് ജാമുനാണ്. ഗുലാബ് ജാമുൻ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാനിതിൽ കാണിക്കുന്നില്ല. ഗുലാബ് ജാമുൻ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് പുഡിങ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് വെച്ച ട്രേയുടെ മുകളിലോട്ട് ഒരു സ്പൂണ് കൊണ്ട് ഈ പുഡിങ് കോരിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് കോരിയിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാനൊന്നും പറ്റില്ല. നമ്മൾ ചൈന ഗ്രാസ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതധികം കട്ടിയായിട്ട് വരില്ല. എങ്കിൽ നമുക്ക് കോരിക്കഴിക്കാനൊക്കെ പറ്റും. ശരിക്കും നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് ജെല്ല് പോലെയാണ് ഉണ്ടാവുക. ഇനി ഇത് എല്ലാ സ്ഥലത്തും ഈ പുഡിംഗ് ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഗുലാബ് ജാമുൻ വെച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഡിസൈൻ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ചുകൂടി ചോക്കോ ചിപ്സ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു ഫോയിൽ കൊണ്ട് കവർ ചെയ്ത ശേഷം ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. 2 മണിക്കൂറിന് ശേഷം പുഡിംഗ് ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നന്നായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം.
കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ വെരി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഈ ഗുലാബ് ജാമുനൊക്കെ നന്നായിട്ട് ഷുഗർ സിറപ്പ് കിടന്നിട്ട് നന്നായിട്ടൊന്ന് സ്പോഞ്ചി ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.